അപ്പോൾ മക്കളെ 3 മണിക്കൂറാണ് നമുക്ക് ക്യൂ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 മണിക്കൂറിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറെക്കുറെ കയറി തൊഴാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ദേവിയുടെ എഴുന്നള്ളിപ്പായിരുന്നു. അപ്പോൾ എന്താണ് ഇനി കയറ്റൂലേ, ഇത്രയും നേരം നിന്ന് ക്യൂ നിന്ന് മൂഞ്ചി എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 3-4 വട്ടം ഉണ്ടായിരുന്നു കേട്ടോ ദേവിയുടെ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത്. പല ടൈപ്പിൽ തേരിലും രഥത്തിലും പല്ലക്കിലൊക്കെ ഇറ്റും നല്ലോണം ദേവിനെ കണ്ട് തൊഴാൻ പറ്റി. എങ്കിലും ഇത്രയും മണിക്കൂർ നമുക്ക് ക്യൂ നിന്നിട്ട് കയറാം അങ്ങനത്തെ ഒരു വിഷമം വന്നു. പക്ഷേ എങ്കിലും നമ്മളെ എന്തായാലും നടക്കൽക്ക് അല്ലെങ്കിൽ അകത്തേക്ക് നമ്മളെ കയറ്റി നല്ലോണം തൊഴുതു. അപ്പോൾ ഞങ്ങൾ കയറാൻ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് രഥത്തിലായിട്ട്, അപ്പോൾ ഇവിടുത്തെ മെയിൻ രഥം ഇതാണ്. അപ്പോൾ ഇതിലാണ് ലാസ്റ്റത്തെ എഴുന്നള്ളിപ്പ്. അപ്പോൾ കയറി തൊഴുത് ഇറങ്ങി വന്നപ്പോഴേക്കും ഈ രഥം കറങ്ങി വന്നു. നന്നായിട്ട് കണ്ടു തൊഴാൻ പറ്റി. അപ്പോൾ രഥം തള്ളാനായിട്ട് ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടു തൊഴുത് സമാധാനമായി തൃപ്തിയായി. ഇത്രയും കഷ്ടപ്പെട്ടെങ്കിലും അതിൻ്റെ ഒരു ഫലം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. നേരെ അപ്പോൾ കുറച്ച് പ്രസാദം അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ വഴിപാട് എന്ന് പറയുന്നത് കുങ്കുമാർച്ചനയാണ്. അപ്പോൾ പല ടൈപ്പിൽ വഴിപാട് ചെയ്തെങ്കിലും എല്ലാത്തിനും കൂടി പ്രസാദമായിട്ട് നമുക്ക് കുങ്കുമാർച്ചന ഒരു 5-6 ഷീറ്റ് കുങ്കുമം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടിന്നിൽ കുറച്ച് പഞ്ചസാരയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിച്ചു നിൽക്കുകയാണ്. അപ്പോഴും ആൾക്കാർ ക്യൂ നിൽക്കണം. ഒന്നരക്ക് നടക്കുന്നറിയാം എന്താ സംഭവം എന്നറിയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ പൊന്നൂസ് പഞ്ചസാര കുറച്ചിരുന്ന് തിന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് രഥം തിരിച്ച് തള്ളിടുന്ന ഒരു രംഗമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരാൾ പോലും ഇല്ല തള്ളി ഒന്ന് സെറ്റാക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. അത്രയും ടയേർഡായിരുന്നു. നല്ല ഫുഡ് കിട്ടുമോ ഇല്ലയെന്നായിരുന്നു സംശയം. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ലൊരു ഫുഡ് കിട്ടി. ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബിരിയാണിയും ദോശ അങ്ങനെയൊക്കെ ഇട്ട് വിശപ്പ് തീരോളം തിന്നു. ടയേർഡായി. പിന്നത്തെ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ വൈകുന്നേരം 7:30 നമ്മുടെ റിട്ടേൺ ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മംഗളമായിട്ട് തിരിച്ചെത്തി.